ചെലവഴിച്ചത് 20,000 കോടി 5 വർഷം കൊണ്ട്. പക്ഷേ ഫലത്തിൽ 1000 കോടിയുടെ വികസനം പോലും കാണാനില്ല. തിരുവനന്തപുരം നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം വെറുതെ ഉന്നയിക്കുകയല്ല, തെളിവ് സഹിതമാണ് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് കഴിഞ്ഞ 10 വർഷം നഗരസഭ നടത്തിയ ഭരണത്തിൽ എന്തൊക്കെ വലിയ കൊള്ളകളാണ് നടന്നതെന്ന് നമുക്ക് ഏതാണ്ടൊരു ധാരണയുണ്ട് തിരുവനന്തപുരം നഗരനിവാസികൾക്ക്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് അക്കമിട്ടാണ് അദ്ദേഹം നിരത്തുന്നത്. അദ്ദേഹം വെറുതെ പറയുകയല്ല. കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഫണ്ടുകൾ ഇവിടെ തിരിമറി നടത്തി വെട്ടിച്ചു എന്നൊക്കെയാണ്. അദ്ദേഹം വെറുതെ ചുമ്മാ ആക്ഷേപങ്ങളായിട്ടോ ആരോപണങ്ങളായിട്ടോ ഉന്നയിക്കുകയല്ല, വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ അതിലേക്ക് തന്നെ ഞാൻ വരാം. ഈ കോർപ്പറേഷൻ രേഖാമൂലം ചെലവാക്കിയത് 1000 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ 20,000 കോടി രൂപയാണ്. എന്നാൽ 1000 കോടി പോലും ചെലവഴിച്ചതായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുന്നില്ല. കോർപ്പറേഷനിലെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി വലിയ രീതിയിൽ ഫണ്ട് വെട്ടിച്ചിട്ടുണ്ട്. അതിനൊന്നും രേഖകളില്ല. ഈ വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അതിന് ബില്ല് വേണം, ബില്ലില്ല. അടുത്തത്, ഈ വാഹനങ്ങൾ ഇപ്പോൾ ഈ ഉള്ള വാഹനങ്ങൾ തന്നെ തീർത്തും നാശോന്മുഖമായ അവസ്ഥയിലാണ്. ഉപയോഗയോഗ്യമല്ല, ഉപയോഗശൂന്യമാണ്. ഇനി പുതിയ വാഹനങ്ങൾ വാങ്ങിയതിലും വൻ ക്രമക്കേടുണ്ട്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണ ആവശ്യങ്ങൾക്കായി വാങ്ങിയ 50 ഇ-റിക്ഷകൾ ചാർജിംഗ് സംവിധാനവും ഗുണനിലവാരവും ഇല്ലാത്തതിനാൽ വാങ്ങി 1 മാസം പോലും ഉപയോഗിക്കാതെ അത് നശിച്ചു. അതിൻ്റെ വാറണ്ടി തീരും മുമ്പ് തന്നെ ആ വാഹനങ്ങളെല്ലാം നശിച്ചു. എന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതുപോലെ നഗരസഭയ്ക്കുള്ളിൽ ആവശ്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിലും വാഹനങ്ങളില്ല എന്ന പേരും പറഞ്ഞ് പുറത്തുനിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് CPMൻ്റെ ലോബി തന്നെയാണ്, CPMൻ്റെ പ്രാദേശിക നഗര നേതാക്കളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ, തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് നൽകാനായിട്ട് 1629 ലാപ്ടോപ്പുകൾ 5 കോടി രൂപ ചെലവാക്കി വാങ്ങി. പക്ഷേ അതിലൊന്നു പോലും ആ മേഖലയിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തതായിട്ട് രേഖകളിൽ ഇല്ല. അതുപോലെ 2.25 കോടി ചെലവാക്കി 8835 തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. പട്ടിക്കടി എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഫ്രീ ആയിട്ട് പട്ടിക്കടി കൊടുക്കുന്ന, അല്ലെങ്കിൽ പട്ടിക്കടി കൊള്ളാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നഗര ഭരണമാണ് തിരുവനന്തപുരത്തുള്ളത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 100 കോടി ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകളിൽ സോളാർ ഊർജ പദ്ധതി നടപ്പിലാക്കാൻ 5 കോടിക്ക് മുകളിലുള്ള പദ്ധതി നടത്താൻ പോലും യോഗ്യതയില്ലാത്ത അനർട്ടിനെ ഏൽപ്പിച്ച് അതിലൂടെ CPMകാർ ഉപകരാറുകൾ നേടി എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇതിലും വലിയ ക്രമക്കേടും അഴിമതിയും നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ 10 വർഷം പഴക്കമുള്ള സുലഭ് ടോയ്ലറ്റുകളിൽ സ്മാർട്ട് സിറ്റി എന്ന ബോർഡ് വെച്ച് കോടികളുടെ അഴിമതി നടത്തി. അതുപോലെ നികുതി പിരിവിൽ വലിയ വീഴ്ചകൾ വരുത്തി പിരിച്ച നികുതിയിൽ തന്നെ വെട്ടിപ്പ് നടത്തി. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി നഗരസഭ അനുവദിച്ചിരിക്കുന്ന ഫണ്ടിൻ്റെ 2% പോലും ചെലവാക്കാതെ ബാക്കി ലാപ്സാക്കി പാഴാക്കി എന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതുപോലെ സ്കൂളുകളിൽ മൾട്ടിമീഡിയ സ്ഥാപിക്കുന്നതിന് കോടികളുടെ ക്രമക്കേട്. മാനസിക വൈകല്യമുള്ള കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഈ സ്പെഷ്യൽ ബഡ് സ്കൂളൊക്കെ ഉണ്ട്, അവിടെ പോലും അഴിമതി, അവിടെ പോലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ അഴിമതി നടത്തി എന്നാണ്. അതുപോലെ പേരൂർക്കടയിലെ ഒരു ഇല്ലാത്ത നീന്തൽക്കുളത്തിൻ്റെ പേരിൽ 1,40,00,000 രൂപയാണ് തട്ടിയെടുത്തത്. ശാസ്ത്രീയമല്ലാതെ നിർമ്മിച്ച തമ്പാനൂരിലെ പാർക്കിംഗ് പ്ലാസ, നമുക്കറിയാം
യാതൊരു വിധത്തിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു അവസ്ഥയിൽ വെറും ഒരു നോക്കുകുത്തിയായി ആ പാർക്കിംഗ് പ്ലാസ തുടരുകയാണ്. അങ്ങനെ നിർമ്മിച്ച പാർക്കിംഗ് പ്ലാസയുടെ പേരിലും വൻ തട്ടിപ്പാണ് അരങ്ങേറിയത്. ഈ കാര്യം ഇതെല്ലാം ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയ മേയറും കൂട്ടരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരെ പൂട്ടും എന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP അധികാരത്തിലെത്തിയാലും ഇല്ലെങ്കിലും ശരി, ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സൗജന്യവും അനുവദിക്കില്ല, ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ചെയ്ത അഴിമതികൾക്കും നടത്തിയ തട്ടിപ്പുകൾക്കുമെല്ലാം കൃത്യമായ മറുപടി ഇവരെ കൊണ്ട് പറയിപ്പിക്കും. താൻ അതിന് ഇനി തുനിഞ്ഞിറങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇത് ഒരു വലിയ വിശദമായ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ മാസങ്ങളെ ആയിട്ടുള്ളൂ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിട്ട്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന ഈ സഹസ്ര കോടികളുടെ അഴിമതി കൃത്യമായി കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആ മിടുക്ക്, അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, BJP നഗരഭരണം പിടിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ നഗരത്തിൽ നടന്ന അഴിമതി മുഴുവനും വെളിച്ചത്ത് കൊണ്ടുവരാനും അഴിമതി രഹിതമായ ഒരു നഗരഭരണം ഉറപ്പാക്കാനും അതിലൂടെ നഗരവാസികൾക്ക് സ്വസ്ഥമായ സമാധാനപൂർണമായ ഒരു ജീവിതം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് എന്ന് അവർ പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടി വരുന്നു. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് അരനൂറ്റാണ്ടായിട്ട് നഗരസഭാ ഭരണം കൈയാളുന്ന ഈ ഇടതുപക്ഷം LDF എന്ന ഇടതു മുന്നണി നടത്തി വന്നത് അഴിമതി മാത്രമാണ് എന്ന BJPയുടെ ആരോപണം ശരിവയ്ക്കേണ്ടി വരും. കാരണം ഇവർ നടത്തിയ ഈ അരനൂറ്റാണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വിജയിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണം അമ്പയെ പരാജയപ്പെട്ടു, നഗരത്തിലെ കുടിവെള്ള വിതരണം താറുമാറായി, അതുപോലെ രാത്രികാല തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല, റോഡുകൾ കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ വരുന്ന ഇടറോഡുകൾ, ചെറിയ റോഡുകൾ ഒക്കെ നാശോന്മുഖമായി കിടക്കുന്നു, അവയ്ക്ക് കൃത്യമായ അറ്റകുറ്റപ്പണി നടക്കുന്നില്ല, അതിനു വേണ്ടുന്ന ഫണ്ട് അനുവദിക്കുന്നില്ല. നഗരസഭ ഈ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. അവിടെയൊന്നും ഒരു ഇടപെടലും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഓരോ തവണയും ആവശ്യങ്ങൾക്ക് വാഹനം നഗരസഭയുടെ കോമ്പൗണ്ടിൽ കിടക്കുമ്പോൾ പോലും പുറത്തു നിന്ന് വാടകയ്ക്ക് എടുക്കുന്നതായിട്ട് ഈ നഗരത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ഇപ്പോൾ വിളിച്ചു പറയാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏത് വിധേനയും തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന ഈ മുഴുവൻ അഴിമതികളും അവസാനിപ്പിക്കാൻ എന്തു വില കൊടുത്തും താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയാണ്. എന്തായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയാകും എന്നുള്ളത് വ്യക്തമാണ്. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരിക്കലും ഇതൊന്നും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല തുടരാൻ. അതിനാൽ നമുക്ക് കാത്തിരിക്കാം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അഴിമതിക്ക് ചുട്ട മറുപടി കൊടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡിസംബർ 13-ാം തീയതി അറിയാം.